time for Vandana. Some more comedy अभी देखना है मेरे को. जी. I'm excited for Vandanam now. Cool guys, let's watch it. എന്ത് പറ്റി മോനെ കാലിന്? കാല് അവിടെ ഇറങ്ങുന്ന വൈകം തട്ടി. പിന്നെ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ബാംഗ്ലൂരിലെ പെൺകുട്ടികളോട് मम्मी को मिलाने लेके आया. പിന്നെ ഇത് അത് മാഗി ആന്റി, ഇത് അമ്മ, ഇത് അമ്മ, അത് മാഗി. ഹലോ, പ്ലീസ് കം. അല്ല അമ്മ ഓപ്പോസിറ്റ് പടിഞ്ഞാറ് ലെഫ്റ്റ് ഭാഗത്ത് അല്ല അമ്മ പറഞ്ഞു പണ്ട് ഇവിടെ ഇരിക്കാം, ഇവിടെ അപ്പുറത്തിരിക്കാം, നോ പ്രോബ്ലം, അവിടെ ഇരിക്കാം. ഞാനിരിക്കാം, നോ പ്രോബ്ലം. അല്ല वो ट्राई कर रहा है कि दिखे ना. കഥ ഇതെന്റെ അമ്മ. കഥ എനിക്കിഷ്ടായി പോലെ. ഞാൻ വിചാരിച്ച പോലത്തെ സുന്ദരിയായ മരുമകൾ. നിനക്ക് അച്ഛനും അമ്മയില്ലെന്ന് ഇവൻ പറഞ്ഞു. ഇനി മുതൽ ഞാനാണ് നിന്റെ അമ്മ. അപ്പൊ ആന്റി അറിയാതെ ഇതായിരുന്നു വേല. ആ ബിറ്റ് അല്ലമ്മ, ഇത് പായസം കുടിച്ച് മത്താണ് ആ ടൈപ്പ്. 4 കൂട്ട് പായസവും പ്രഥമനും. മോളെ, നാട്ടിൽ ചെന്നിട്ട് നല്ലൊരു ദിവസം നോക്കി ഞാൻ എഴുതി അറിയിക്കാം. ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ വെച്ച് വേണം നടത്താൻ. അമ്മ ഞാൻ ഒന്നും പറയണ്ട. എന്റെ മോന് ഇത്രയും നല്ലൊരു പെണ്ണിനെ കിട്ടില്ല. എന്റെ പൊന്നാര മരുമോളായിട്ട് അങ്ങ് വന്നാ മതി. മാങ്ങിയാണ്ടി വരുന്നില്ലേ? ഇംഗ്ലീഷ് വാക്കൊന്ന് ശരിക്കും വരത്തില്ല. ഞാനല്ലേ പെണ്ണിന്റെ ആള്. ഈ കല്യാണം വേഗം നടത്തണം. ആഫ്റ്റർ ദാറ്റ് ഓൺലി ഐ ഗോ ടു ഇംഗ്ലണ്ട്. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. എടി കഴിച്ചിട്ട് വേണ്ട, ട്രെയിനിന് സമയമായി. പോകുന്ന വഴിക്ക് കുറച്ച് ചീര വാങ്ങിക്കാം. Nice. ओके, अच्छा ये मार रहा है क्या सबको एक एक करके भी? अरे बच गया. मार देगा. वन डाउन, एक को मार गई, बाकियों की बारी.
ये भी गया. ये भी है. Gone. പാർലമെന്റിൽ എന്തെങ്കിലും പറഞ്ഞ് തൽക്കാലം രക്ഷപ്പെടാം. പക്ഷെ നാട്ടുകാരുടെയും പത്രക്കാരുടെയും മുമ്പിൽ എന്തു പറയും? സാർ, എന്റെ വീട്ടിലും ഓഫീസിലും മിനിമം 15 പോലീസിനെങ്കിലും തരണം. എത്ര രൂപ ചെലവായാലും എനിക്കത് കിട്ടിയേ പറ്റൂ. പോലീസിന്റെ അനാസ്ഥ, കഴിവില്ലായ്മ. പത്രക്കാർ എന്ത് എഴുതിയാലും എനിക്കൊരു പ്രശ്നമാണ്. സാർ, നമുക്ക് ആ കിളവിനെയും പെണ്ണിനെയും പിടിച്ച് ക്വസ്റ്റ്യൻ ചെയ്യാം. വിവരക്കേട് പറയാതല്ലോ. നമ്മൾ അവരെ പിടിച്ചു എന്നറിഞ്ഞാൽ പിന്നെ പ്രൊഫസർ ഒരിക്കലും അവരെ കോണ്ടാക്ട് ചെയ്യില്ല. അയാളെ കുറിച്ച് എന്തെങ്കിലും ന്യൂസ് കിട്ടാനുള്ള ഏക പ്രതീക്ഷ ഇപ്പോഴും അവരെ വാച്ച് ചെയ്യുക മാത്രമാണ്. എങ്ങനായാലും വേണ്ടില്ല, എന്റെ മകനെ കൊന്ന റാസ്കലിന്റെ ശവം എനിക്ക് കാണണം. സാർ, ഇമോഷണൽ ആവരുത്. അത് എത്ര ക്രൂരമായാലും ശരി, കമ്മീഷണർ ചന്ദ്രശേഖരൻ ആരാണെന്ന് ഞാൻ അവനെ കാണിച്ചു. യെസ്, കമ്മീഷണർ ചന്ദ്രശേഖരൻ, ഇത് ഞാനാണ്. എന്റെ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. എന്റെയും എനിക്ക് നഷ്ടപ്പെട്ട എന്റെ മകനാണ്. നിനക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് നിന്റെ മകളും. Bastard. Very bastard. Okay. Which message लिखे ही लगता है ये. ഇത് എം പിയുടെ മകൻ ജയചന്ദ്രൻ ഓർഡർ ചെയ്താണ്. അദ്ദേഹത്തിന് കയ്യിൽ കൊടുത്തേക്കും. യെസ് മാഡം. ഒരിക്കൽ എന്റെ കയ്യിൽ നിന്നും നീ രക്ഷപ്പെട്ടു. ഇല്ല, നീ മരിക്കും. 7:35 കഴിഞ്ഞാൽ നിന്നെ ഞാൻ കൊല്ലില്ല. കാരണം അതിന്റെ അർത്ഥം ദൈവം നിന്റെ കൂടെയാണെന്നാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതോടൊപ്പമുള്ള വിത്ത് നിന്റെ മൃതദേഹത്തിൽ വെക്കാനുള്ളതാണ്. കുര്യൻ ഫെർണാണ്ടസ്. ദാറ്റ്സ് എ വണ്ടർഫുൾ ഐഡിയ. നന്ദി ഹിൽസിലേക്ക് നമ്മൾ അയാളെ മാറ്റുന്ന സമയത്ത് അയാൾ ആ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് ധരിച്ച് പ്രൊഫസർ അവിടെ കൊല്ലാനെത്തുന്നു. നമ്മൾ അയാളെ പിടികൂടുന്നു. ഒരു അഡീഷണൽ സേഫ്റ്റി എന്ന നിലയ്ക്ക് കാറിന്റെ പിൻസീറ്റിൽ ഇരുവശത്തും പോലീസുകാരെ ഇരുത്തി നടുക്കായിരിക്കണം ജയചന്ദ്രനെ ഇരുത്തേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം 7:30-നും 7:35-നും ഇടയ്ക്ക് അയാൾ കാറിൽ തന്നെ ഉണ്ടാവണം. കാറിന്റെ കൂടെ ഒരു പൈലറ്റ് ജീപ്പിൽ ആംഡ് പോലീസ് ഫോഴ്സും ഉണ്ടാവും. സർ, അത് സ്റ്റുപ്പിഡിറ്റിയാണ്. കാറ് ബുള്ളറ്റ് പ്രൂഫ് ആണെങ്കിലും പ്രൊഫസർ ഒരു ട്രക്കോ ലോറിയോ കൊണ്ടുവന്നിരിച്ചാൽ അത്തരത്തിലൊരു സൂയിസൈഡ് അല്ല. മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഡോണ്ട് ഇന്റർഫിയർ. Oh. സർ. Oh. पूरा ट्रैफिक जाम.
Boom. അഡ്വർടൈസ്മെന്റ് എന്തായി? അതൊക്കെ ശരിയായിട്ടുണ്ട്. ഉടനെ സാറിന് ഓഫീസിൽ എത്തിക്കാം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. പണമല്ലാതെ എനിക്ക് സ്വന്തമായിട്ട് യാതൊന്നും ഇല്ലാത്തവനാണ് ഞാൻ. എന്നെ കണ്ടപ്പോ മുതൽ നിന്നെപ്പോലൊരു മകൾ എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കും. എനിക്കൊരു സെക്രട്ടറി വേണം. മോക്ക് വിരോധമില്ലെങ്കിൽ ഞാൻ മോളെ കൂടെ കൊണ്ടുപോയിക്കോളാം. ജോലി മറ്റൊന്നുമല്ല, ഈ അലച്ചിൽ എനിക്കൊരു കൂട്ട്. ആലോചിച്ചു പറഞ്ഞാൽ മതി. 2 ആഴ്ച കൂടി ഞാൻ ഇവിടെ ഉണ്ടാവും. അരട്ടെ. Okay. ഹലോ, എന്താ ലേറ്റ് ആയത്? മണി എത്രയായി നോക്ക്. എത്ര നോക്കാൻ അറിഞ്ഞൂടെ? അറിഞ്ഞെങ്കിൽ ഒരു ഓവർ സ്മാർട്ട് ആവില്ല ചേട്ടാ. സംസാരിക്കണം. എന്നെ ചൂണ്ടി സംസാരിക്കല്ലേ? നീ വേണം. ഇത് നമ്മുടെ ആഭ്യന്തര അവൻ ഇടപെട്ട് നീ- ഇക്കാര്യം നീ വന്നാലും സ്കൂളിനെ പിടിച്ചോളെ. അപ്പഴേ ഇന്നത്തേക്ക് പോട്ടെ. ഇന്നത്തെ കണ്ടു നോക്കൂ. വിളിച്ചോണ്ട് പോവാൻ. അവര് കുറച്ച് നാളായിട്ട് സുഖരാണ്. Okay. അതെ അതെ. ഡാഡി, ഞാൻ നിന്റെ ഡാഡി അല്ല. ഈസ് ഡെഡ്. അയാൾ മരിച്ചു. Now I am a criminal. A murderer. എന്റെ ഡാഡിക്ക് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാൻ സാധിച്ചത്? എങ്ങനെയാണ് ഇത്ര ക്രൂരനാവാൻ കഴിഞ്ഞത്? എന്റെ മുമ്പിൽ വെച്ചാണ് അവരവളെ വലിച്ചടിച്ച് കൊണ്ടുപോയത്. ബോധം കെടുന്നവരെ അവരെന്നെ തല്ലി. നേരം വെളുത്തപ്പോ പാവം പെണ്ണ് ഒരു ചടഞ്ഞെറിഞ്ഞ പൂവ് പോലെ ഒന്നും ചെയ്യാൻ ശക്തിയില്ലാതെ നിന്ന് എന്നെ അവൾ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എല്ലാം മറക്കണമെന്ന് ഞാൻ പറഞ്ഞു. എല്ലാം മറക്കാൻ അവൾ സ്വയം ജീവിതം അവസാനിപ്പിച്ചു. എന്നിട്ട് അവരെന്നെ കുറ്റവാളിയാക്കി. അന്ന് നിന്റെ ഡാഡി മരിച്ചു. വീണ്ടും ജനിച്ചത് പകരം ചോദിക്കാനാ. ഇപ്പോ എന്റെ മനസ്സ് നിറച്ച് പകയേ ഉള്ളൂ. എനിക്കിനി നിന്റെ ഡാഡിയാകാൻ വയ്യ മോളെ. ഈസ് ഡെഡ്. എനിക്ക് എന്റെ ഡാഡിയെ തിരിച്ചു വേണം. അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇനി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. എനിക്ക് നിന്റെ പഴയ ഡാഡിയാവാൻ പറ്റില്ല. അതിലൊന്നും എനിക്ക് കുറ്റബോധമില്ല. ഒന്നിനെ കുറിച്ചും പശ്ചാത്താപമില്ല. പക്ഷേ നിനക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ ഡാഡിക്ക് കഴിഞ്ഞില്ല. ഇനി എനിക്ക് തരാൻ ഇതേ ഉള്ളൂ. എന്റെ കയ്യിൽ ബാക്കിയുള്ളതെല്ലാം നിനക്ക് വേണ്ടി എഴുതി വെച്ചിട്ടുണ്ട്. ഡാഡി, നീ നല്ലവളാണ് കുഞ്ഞെ. നിനക്കൊരു കുറവും വരില്ല. നീ ഒരു ചെറുപ്പക്കാരനുമായി അടുപ്പത്തിലാണെന്ന് ലക്ഷ്മി പറഞ്ഞറിഞ്ഞു. അയാൾ ആരാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല. ആരായാലും എന്റെ മോൾക്ക് ഇഷ്ടപ്പെട്ടവൻ യോഗ്യത ഉള്ളവനായിരിക്കും. അതെനിക്ക് ഉറപ്പുണ്ട്. ഞങ്ങൾക്ക് ഡാഡിയുടെ അനുഗ്രഹം വേണം. ओ बड़ी ये सुंदर बता देगा था। अभी, ये पुलिस वाला है.
ആര് പറഞ്ഞു? നിന്നോട് പറഞ്ഞു, നീ വിശ്വസിച്ചു അല്ലേ? ഡാഡി അവരുടെ അവസാനത്തെ അടവാണിത്. ചാരനാണിവൻ. നിന്നോട് പ്രേമം നടിച്ച് എന്നെ കൊടുക്കാൻ വന്ന പോലീസിന്റെ ചാരനാണിവൻ. ഡാഡി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. മോളെ, ഇത് ചതിയാണ്. നിനക്ക് അബദ്ധം പറ്റി. എനിക്കറിയാം. You are in a trap. ഡാഡി ഞാൻ Yes. He is watching you. നീ താമസിക്കുന്ന വീടിന്റെ മുന്നിലുള്ള ഒരു ഫ്ലാറ്റിൽ നിന്ന് പോലീസ് ശ്രദ്ധിക്കുന്നുണ്ട്. അവരിൽ പ്രധാനിയാണിവൻ. വിശ്വാസം വരുന്നില്ലല്ലേ? ഞാൻ പറയുന്നത് നിനക്ക് വിശ്വാസമാവുന്നില്ലല്ലേ? പോയി നോക്ക്, അപ്പോഴറിയാം സത്യം എന്താണെന്ന്. अरे बाबा। पर अभी वो माही इज किलिंग एवरीवन नाउ ना। दो लोग को तो मार दिया, दो नहीं तीनों को मार दिया, तीनों को मार दिया। दो को गन से मारा, एक की तो गाड़ी उड़ा दी। गाड़ी उड़ा दी। बट नाउ अभी इसको सच मालूम पड़ गया, अभी ये कैसे रिएक्ट करने है। ऑफ कोर्स शी विल बी एंग्री। इसको लगेगा कि इसने फंसाया है वही ना डैडी के लिए एंड ऑल। बट अब उसके डैड ने भी वही बोला ना, जाके it's a trap. पूछा इट्स अ ट्रैप एंड ऑल। बट अभी इट वाज गोइंग सो गुड, जैसे मम्मी को लेके आया दिखाने के लिए एंड ऑल। हाँ बट नाउ चलो अभी देखेंगे आगे क्या होता है। एंड वी हैव टू सी लोग वापस से जेल जाते हैं कि Yes. नहीं। So cool, let's wait for more. मीनवाइल टेक केयर। Bye bye.